നമസ്കാരം. സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും സർക്കാരിൻ്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻകാർക്ക് നൽകുവാനുള്ള 4 ഗഡു കുടിശ്ശികയിൽ 1 ഗഡു വൈകാതെ തന്നെ നൽകുമെന്ന് KN ബാലഗോപാൽ അറിയിച്ചു. ബാക്കിയുള്ളതിൽ 2 ഗഡുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റുകൾ മുന്നിൽ കണ്ടുകൊണ്ടും കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പാ അനുമതി നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ 2025 ജനുവരി മാസം മുതൽക്കുള്ള ആദ്യഘട്ടത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത്. ഇതിന് പിന്നാലെയാണ് 2024 കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച ഘട്ടത്തിൽ 2025 ജനുവരി മാസം മുതൽക്കുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിക്കുകയാണ്. ജനുവരി മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി 850 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 1 ഗഡു കൂടി അനുവദിക്കുമെന്നുള്ളതാണ് സർക്കാർ തീരുമാനം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ പെൻഷൻ തുകയോടൊപ്പം 1 ഗഡു കുടിശ്ശിക വിതരണം ചെയ്യും. ബാക്കിയിലെ 2 ഗഡുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകും എന്നും അതുവരെ തനത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.